ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വെക്കേഷൻ്റെ സെക്കൻഡ് ട്രിപ്പ് പോവുക കേട്ടോ. മാരാരിക്കുളം ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ തണ്ണീർമുക്കം വണ്ടി വഴിയാണ് പോയത്. ആ വഴിക്ക് പോയപ്പോൾ സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും ഒക്കെ പോകുന്നത് കണ്ടു. നല്ല രസമായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു അവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ നല്ല സുഖമായിരുന്നു, ചൂടൊക്കെയല്ലേ ഇപ്പം, അതുകൊണ്ട് ആ റൂട്ട് പോരുന്നത് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിലെത്തി. ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് കസിൻസും പിന്നെ പിള്ളേരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അപ്പം അവന്മാരെല്ലാം ആൺപിള്ളേരെല്ലാം കൂടെ നേരത്തെ പോയി. പിന്നെ കുഞ്ഞാമി നെഹക്കുട്ടിയും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ചെരുപ്പൊക്കെ എവിടെയോ ഊരിയിട്ടുണ്ട് എന്നൊക്കെ നോക്കി പതുക്കെ നടന്നു വരുമായിരുന്നു. നല്ല രസമായിരുന്നു മാരാരിക്കുളം ബീച്ചിൽ പോകുന്നത്. ഞങ്ങളൊരു 5:30 ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് തന്നെ അസ്തമയത്തിൻ്റെ ആ സമയമായിരുന്നു. സൂര്യനെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ആ സമയത്ത് പോകാനായിട്ട്. ഒത്തിരി ആളുകളൊന്നുമില്ലായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവന്മാരും അച്ഛനും കൂടെ അങ്ങ് മുന്നോട്ട്, നെഹക്കുട്ടി ഉണ്ടായിരുന്നു ആ കൂടെ ഏറ്റവും ഇച്ചിരിയൊക്കെ മുന്നോട്ടൊക്കെ കയറുന്നു. കുഞ്ഞാമീൻ ചിന്നും ഞാനും അധികം അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്ക് ഇച്ചിരി പേടിയാണ്. എനിക്ക് വലിയ തടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ. എനിക്ക് വീഴുമോയെന്നും അതിനകത്തോട്ട് പോകുമെന്നൊക്കെ പേടിയാണ്. കടൽ കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ വെള്ളം ഒത്തിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പേടിയാണ്. പക്ഷെ കാണാൻ ഇഷ്ടമാണ്. അവിടെ പോയി ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആളുകളെല്ലാം വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകാനൊന്നും ആർക്കും തന്നെയും തോന്നുന്നില്ലായിരുന്നു. എല്ലാവരും അവിടെ അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. അവസാനം പോലീസ് വന്ന് കോസ്റ്റ് ഗാർഡ് വന്ന് പറയുമ്പോഴാണ് നമ്മൾ എല്ലാവരും തന്നെയും പുറകോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി എപ്പോൾ കടലിൻ്റെ അവിടെ പോയാലും കടലമ്മ കള്ളി എന്ന് എഴുതാതെ പോരാൻ പറ്റത്തില്ല. അങ്ങനെ കടലമ്മ കള്ളി എന്നൊക്കെ ഒന്ന് എഴുതി കുഞ്ഞാമി കുട്ടിയും ചിന്നും കടലമ്മ കള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് മായ്ക്കുമോ എന്നൊക്കെ. ആദ്യത്തെ തിര വന്നിട്ട് ഇതൊന്നും മായ്ച്ചൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം കടലിന് അതുപോലെ കടലമ്മ കള്ളി എന്നൊന്നും എഴുതിയാലൊന്നും മായ്ക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ 2-മത്തെയാണോ 3-മത്തെയാണോ തിര വന്നപ്പോഴത്തേക്കും അതങ്ങ് മാഞ്ഞുപോയി. പിള്ളേരെ ഇടയ്ക്ക് ഇരിക്കുക, അതിനകത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. ഈ തിര വന്നിട്ട് മായ്ച്ചില്ല കടലമ്മ കള്ളി എന്നുള്ളത്. എല്ലാവരും വന്ന് നോക്കുക, പോയില്ലേ ഈ തിര വന്നപ്പോൾ അതങ്ങ് മായ്ച്ച് കളഞ്ഞു പോയി. അങ്ങനെ അത് ശരിയായി. വീണ്ടും പഴയ ആ ഓർമ്മകളും എല്ലാം കടലമ്മ കള്ളി നമ്മളെവിടെ പോയാലും എഴുതി വെക്കുമല്ലോ. ഇവന്മാരെല്ലാം അടുത്ത് കേട്ടോ. 1/4 മണിക്കൂർ അതിനകത്ത് നിപ്പ് തുടങ്ങിയിട്ടോ. അതിന് ഇനിയിപ്പോൾ ഇരുന്നങ്ങ് വെള്ളത്തിൽ ഇരിക്കാതെങ്ങ് വിചാരിച്ചു. അപ്പോഴാണ് അതുവഴി ഒരു വള്ളം പോകുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അതെനിക്ക് കണ്ടിട്ട് പേടി വന്നു. കാര്യം ആൾക്കൊരു പേടിയില്ല. ഒരാൾ ആ വള്ളത്തേൽ, അതും കുഞ്ഞു വള്ളത്തേൽ ആ തിരയുടെ ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അതേപോലെ പുറകോട്ട് വരും, പിന്നെയും മുന്നോട്ട് പോകും. അങ്ങനെ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ ചിന്നുകുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഒരു പട്ടം മേടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു പട്ടം മേടിച്ചു. 40 രൂപയായിരുന്നു ഒരു പട്ടത്തിന്. അങ്ങനെ അവർ ഞങ്ങൾക്ക് നൂലിലൊക്കെ കെട്ടിത്തന്നു. ആ നൂല് വിടാതിരുന്നാൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ അടുത്തുള്ള പട്ടമൊന്നും പറക്കുന്നിടത്ത് പോയി നിൽക്കാതിരുന്നാൽ മതി, രണ്ടും കൂടെ കെട്ടിപ്പിണഞ്ഞ് അത് പോകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പട്ടമൊന്നും പറപ്പിക്കാത്തൊരു സ്ഥലത്ത് പോയി നിന്ന് പട്ടം കുറേ നേരം പറപ്പിച്ചു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നൂലങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ചിന്നുവിനാകപ്പാടെ സങ്കടമൊക്കെ ആയിരുന്നു കുറേ നേരത്തേക്ക്. പിന്നെ ഞങ്ങൾ പിന്നെയും കടലിൽ പോയി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് കടലയൊക്കെ മേടിച്ച് കൊടുത്ത് കുഴപ്പമില്ലാതെ ആക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.